5ാം വയസ്സിലൊരു കുട്ടിക്ക് സൂചി വെക്കണോ? അന്നെ വെറുതെ കൊണ്ടുവന്ന വിചാരിച്ച് അപ്പൊ എന്ത് ചെയ്യും? പിന്നെ എത്ര 50ഓ? ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ താലിമോളുടെ ഇന്ന് 45ാമത്തെ ദിവസം നമ്മളൊരു പോളിയോ കൊടുക്കാനുണ്ടല്ലോ. ആ പോളിയോ കൊടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ എണീറ്റപ്പോൾ ഞാൻ തലമോളങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് പാവം തോന്നുക കണ്ടിട്ട്. കാരണം ഈ ഒരു ടി ടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മളെ ഇസുകുട്ടൻ്റെ 5 വർഷം കഴിഞ്ഞതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ തലമുളൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ മാസിമേൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. കുറേ ആയല്ലേ കണ്ടിട്ട്, മാസം പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയതാണ്. അപ്പോൾ ഒന്ന് ഏതായാലും പുറത്ത് പോകുമ്പോൾ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എപ്പോഴും ആയാലും പോകുമ്പം ഈ ഹെൽത്ത് സെൻറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടോട്ടി കുന്നുമ്മൽ ഭാഗം അങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് പോകാനുള്ളത്. അപ്പം അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് അമ്മയും കുഞ്ഞും കാർഡാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ അതിലുള്ള കാർഡ് തന്നെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് വായിക്കാൻ ഉള്ള നമ്മളെ കുട്ടികളെ കെയർ ചെയ്യേണ്ടതോ എല്ലാ സംഭവങ്ങളും അതിലുണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ പിന്നെ ഞങ്ങളിതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്താ പനി കുത്തിരിക്കുന്നത് നിനക്കാ? ആ ഡ്രസ്സ് പോരെ എന്നമ്മ ഓന് വേറെ ഡ്രസ്സ് എടുക്കാന്. അയക്ക് ഒരു ട്രൗസർ പോരെ? എന്നാ 2 ഡ്രസ്സ് മാറ്റി കൊടുക്കാനുമ്മ. അടക്കി 1 മിനിറ്റ് നിനക്കതൊന്ന് തുറക്കി. അങ്ങനെ സുൻക ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കൊണ്ടുപോകാൻ. ഞാനിവിടെ കാറിൽ സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ ഉമ്മ കുട്ടീനെ തന്നപ്പോഴാണ് നമ്മളെ ഇസുക്കാക്ക വന്നിട്ടുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ എപ്പോഴും രാത്രി അങ്ങോട്ടേക്ക് പോവലാണ്. സുൻകാൻ്റെ അടുത്താണ് കിടക്കലുള്ളത്. നമ്മളെ റൂമിൽ AC കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പറയൽ. അങ്ങനെ അവനെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് സാധാ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഏതായാലും അവനെയും കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം ശരിക്കും അവനും സൂചി വെക്കാനുണ്ട്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ അത് മറന്നുപോയി. അത് തുറക്കലാണ് അവൻ്റെ അമ്മയും കുഞ്ഞും കാർഡുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ ഏതായാലും അവന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടി വന്ന് ഇതിൽ കയറുന്നുണ്ട്. ഇപ്പോൾ അവനെ കൊണ്ടുപോകാതെ എന്തായാലും പോവരുതേ, തലമോളെ ഇഞ്ചക്ഷൻ വെക്കണത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മൂപ്പര് നമ്മളെ കൂടെ കയറിയത്. അപ്പോൾ മൂപ്പരൊന്ന് പറ്റിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും എനിക്ക് ഇങ്ങനെ അവനൊന്ന് പറ്റിച്ചു നോക്കിയേ. അല്ല ജിനോ, ഇസുകുട്ടനും വെക്കാനായിരുന്നല്ലോ സൂചി. 5ാം വയസ്സിലൊരു കുട്ടിക്ക് സൂചി വെക്കണോ? അന്നെ വെറുതെ കൊണ്ടുവന്ന വിചാരിച്ച് അപ്പൊ എന്ത് ചെയ്യും? പിന്നെ എത്ര 50ഓ? 8 വയസ്സ്. 8ാം വയസ്സിൽ 2 സൂചി. അപ്പൊ 2 ഉണ്ട്. ഏതാ വണ്ടി? എത്ര വയസ്സായത്? എത്രയായി? അവ പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് പറയണല്ലോ എന്റെ വയസ്സ്. അപ്പൊ ഇന്ന് ഇസുകുട്ടന്റെ കൂടി നേരെ മേലക്ക് ഇന്ന് ഇസുകുട്ടന്റെ കൂടി സൂചി വെപ്പാണ് നമുക്ക് പോളിയോ എടുപ്പ്. ഞാൻ നോക്കി കാട്ടി ഞാൻ എന്തായാലും വെപ്പിക്കും. ഹെൽത്ത് സെന്ററിലേക്ക് പോവാണ് ഇസുവിനെ വെക്കാൻ. അപ്പൊ താലിയേനെ 3 സൂചി, ഇസുകുട്ടനെ 2 സൂചി. താലി വെക്കുണ്ടല്ലോ. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഇസുകുട്ടാ എന്റെ മുട്ടാണിയൊക്കെ വെക്കാം സൂചി. ഇസുകൂടെ പ്രിപ്പയർ ആക്കാം. ചോറും കറിയൊക്കെ തിന്നിക്കണോ? അതോടെ ഓളെ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ഞങ്ങളുടെ തന്നെ തൊട്ടടുത്തുള്ള ഇവിടെ കൊട്ടപ്പുറം ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അവിടെയാണ് കേട്ടോ പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ബാക്കിയുള്ള തിരക്കുന്നൊക്കെ കഴിച്ചിലാവെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ പോയത്. അല്ലെങ്കിൽ കൊണ്ടോട്ടിയിലായാൽ കുറച്ച് നേരം വരിയൊക്കെ നിന്നിട്ട് ഇതാക്കണം. ചോറിങ്ങോട്ട് എടുത്ത് അവിടെ എന്റെ കുട്ടിന്റെ കൈ ചൂജി വെച്ചാണ് കാട്ടിയതുണ്ട്. ഇത് കാലൊക്കെ കാലുമ്മലൊന്ന്, ഈ കാലുമ്മലൊന്ന്. പാവാണ്.
കണ്ട്. അത് പിന്നെ നോക്കപ്പാവാണല്ലോ എന്റെ കുട്ടിന്റെ ഇതാ ചോര ഇതാ തിന്നല്. ഇതാ ഓളെ ചോര തിന്നലായി. ഇനി ഓനെ വെക്കാനും സിസ്റ്റർമാര് കൊറേ വട്ടം കുത്തിവെപ്പും കാര്യങ്ങളും. കുത്തിവെപ്പിന്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല, കാരണം അത്രയ്ക്കും ഇടങ്ങേറാണ്. കുട്ടികളെ ആ ഒരു 3 സൂചി അങ്ങോട്ട് ഇറച്ചിലേക്ക് കുത്തിവെക്കുന്നത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാട്ടോ. എനിക്കിത് ഞാൻ ഈ ഇസുകുട്ടൻ്റെ തന്നെ ഞാൻ ഉമ്മാനെ കുറേ നിർബന്ധിച്ച് കുറേ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ സമ്മതിക്കൂല, നമ്മളെ ഉമ്മാരെന്നെ അത് ചെയ്യണം. പക്ഷെ എനിക്ക് കണ്ടാൽ തന്നെ ഭയങ്കര ഒരു തലകറക്കം, ഒരു ഇടങ്ങേറൊക്കെ ആണ്. കരിമ്പ് ജ്യൂസ് ഇത് ഇളഞ്ഞീനാ. അതിന്റെ ഇളഞ്ഞീന്റെ സാധനം കാമ്പ് എനിക്ക് ഇഷ്ടം. ചൂടുവെള്ളം ചൂടായിട്ട് നിങ്ങൾ ഇന്നോവേറ്റീവ് കൊണ്ടുവരൂ. മലേഷ്യയിലുള്ള മാതിരി തണുപ്പിച്ചിട്ട് നിങ്ങൾ കൊടുക്കുക. അതായത് ഇതിങ്ങനെ കട്ട് ചെയ്യാം, എക്സ്ട്രാ 5 രൂപ മാത്രം വാങ്ങിക്കാം. റാപ്പ് ചെയ്ത് വെച്ചിട്ട് നല്ല ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുക സാധനം ഇട്ടിക്ക്. എന്നിട്ട് അതായത് ഇളഞ്ഞീന് ഇങ്ങനെ കൊടുക്കുക. ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല വെളുപ്പിച്ച് സെറ്റ് റാപ്പ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് അത് സ്റ്റോട്ട് ആൾക്കാർ കൊടുക്കുക. അല്ല തണുത്ത ഇളഞ്ഞി വെള്ളം കുടിക്കാം. ചൂടാ. കവറുണ്ടോ? അപ്പൊ സുൻഖാന്റെ ഞാൻ അടുത്ത ബിസിനസ് പറ. അങ്ങനെ ആരെയും ബിസിനസ് തുടങ്ങണം, അങ്ങനെ തുടങ്ങിക്കോളി. അടിപൊളിയാ. ഇളഞ്ഞി വെള്ളം നാച്ചുറൽ സാധനം ആൾക്കാർക്ക് കുടിക്കാം. അതൊന്ന് കുടിച്ച് കാണിച്ചു കൊടുത്താ വീഡിയോയില് കുടിച്ച് വീഡിയോയില് കാണിച്ചു കൊടുക്കും. അത് കുടിക്കണില്ലല്ലോ. അതൊക്കെയാണ് വെള്ളം കുടിക്കേണ്ടത് കേട്ടോ, ക്ഷീണത്തിനൊക്കെ. ഒന്നുകൂടി ഒന്ന് കിട്ടണമാതിരി കൊടുത്താണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ പോകുന്ന വഴിക്കുന്ന ഒരു കരിമ്പ് ജ്യൂസും പിന്നെ ഇളഞ്ഞീനൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ. സുൻകപ്പ ഡയറ്റിലായതുകൊണ്ട് കരിമ്പ് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇസുക്കുട്ടനെ അങ്ങനെ കുടിപ്പിക്കുകയാണ്. ഇപ്പം മാസിമക്ക് പാർസലായിട്ട് കരിക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്ഷീണത്തിനൊക്കെ നല്ലതല്ലേ. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പോരുന്നതിൻ്റെ വൈക്കുന്നൊക്കെ ഫുള്ള് താലിൻ്റെ കാലിങ്ങനെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം അത് അങ്ങനെ സ്റ്റിഫായി പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വേദനയാണ് ഇളക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇസുൻ്റെനായാലും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇളക്കി കൊടുത്തൊക്കെ ഇനി എന്നാലേ കുറച്ചെങ്കിലുമൊക്കെ കാല് ഇളക്കാൻ സമ്മതിക്കുള്ളൂ കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ തീരെ നമ്മളെ കാല് തൊടാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ തന്നെ ഞാൻ ഇസുക്കുട്ടനെ കുറേ ചലഞ്ചാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഞാനും സിംഗിൾ കൂടി കുറച്ചെങ്കിലൊക്കെ ഒന്ന് കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര മടിയാണ് അങ്ങനത്തെ എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളോ കൊടുത്താൽ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ചൂടിൽ ഇങ്ങനത്തെ ജ്യൂസോ കാര്യങ്ങളോ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസും വെള്ളമൊക്കെ. പക്ഷെ മൂപ്പർക്ക് അങ്ങനത്തെ ഉള്ളൂ. പിന്നെ സാധാ വെള്ളമൊക്കെ കുറച്ചൊക്കെ വാങ്ങി എടുത്ത് കുടിക്കും കേട്ടോ. ഇസ്താനെ വേഗം കുടിക്കി. എന്നവൻ ചലഞ്ചിൽ തോറ്റിട്ടോ സുൻക. അതിനൂനും വിൽക്ക് കൊടുക്കാം. തോറ്റില്ലേ? തോറ്റ് അങ്ങനെ അവിടെയുള്ള പരാക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നേരെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പപ്പയും വേറെ ഒന്നുമില്ല. ഷിമുവും മിന്നത്തൊക്കെ ആയാലും അവരെന്തോ ഒരു അത്യാവശ്യത്തിന് പോയതായിരുന്നു. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. പിന്നെ ചേച്ചിമാരും ഉണ്ട് ഉമ്മക്ക് കൂട്ടിന്. വേനുണ്ടാവുമല്ലോ. കുഞ്ഞിവാവേ വലിക്കുന്നുണ്ട് ഉമ്മ. എന്തുമ്മേനത് ഇങ്ങനെ മൊത്തം കൊടുക്കാൻ പാടില്ല. അത് തന്നെ അല്ലേ കാലിമോളെ. എല്ലാരും വന്ന് ഇടങ്ങാറാക്കുന്നുണ്ട് അല്ലേ. ഏത് കാലില ചിക്കൻ കൂടെ കുത്തി ഇത് വെച്ചപോലെ. ചെറിയ പനി വന്ന് മാറിയത്. ക്ഷീണം ക്ഷീണം. കുഞ്ഞിപ്പനുണ്ട്. കുഞ്ഞിപ്പന് ചിരിക്കാൻ തുടങ്ങിയില്ലേ? ഒരു കാല് വേനൊക്കെ മുട്ടായി മാത്ര അതിന് കുട്ടിക്കുണ്ടല്ലോ വേറെ. അത് പിന്നെ യൂണിഫോമിലായതുകൊണ്ട് അങ്ങനാണ്.
അങ്ങനെ പിന്നെ ഇതാ നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മളെ പാത്തുക്കുട്ടിയും അയിനുക്കുട്ടിയും ഉണ്ട്, അവർക്ക് മിഠായിയൊക്കെ കൊടുത്തു. പിന്നെ ഇവിടുന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കണ്ട് പിരിയാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. നമ്മളെ ഇസുകുട്ടനപ്പം ജ്യൂസൊന്നും കുടിച്ചിട്ടില്ലേനല്ലോ, അപ്പം അവനിതാ സാധാ വെള്ളം മതി എന്നും പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പഴുപ്പഴം, നല്ല പഴം ഉണ്ടായിരുന്നു, നേന്ത്രപ്പഴം. അപ്പോൾ അതിങ്ങനെ വെറുതെ മോട്ടറാക്കിയിട്ട് അവനെങ്ങനെ കഴിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പകുതിയൊക്കെ കഴിച്ച് പകുതി പിന്നെ അവിടെ ഇട്ടച്ച് പോയിട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ ഇതാ പെട്ടെന്ന് അവിടെ എന്തോ ഓടി വന്നതാണ് കേട്ടോ ഷിമും മിന്നത്തിയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ എടുത്ത് കളിപ്പിക്കാൻ കേട്ടോ. മിന്നത്തിൻ്റെ കഴിഞ്ഞ് ഷിമുൻ്റെ കഴിഞ്ഞിട്ട് അങ്ങനെ അവർ ഉള്ള നേരം കൊണ്ട് മോളെയും കളിപ്പിച്ചിട്ട് പിന്നെ തിരിച്ചു പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് തെറാപ്പിയും മിന്നത്തൊക്കെ തെറാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ. എക്സസൈസ് ആണ്. രാത്രി വേദന കൊണ്ട് പാവം തോന്നുന്നല്ലേ. ഇവനും ഇവിടെ എ സി എന്ന് പറഞ്ഞാണ്ട് വരുന്ന രണ്ടാമത്തെ കാര്യം 3 കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് എ സിക്കും, പിന്നെ രണ്ടാമത്തേത് ഇതാ ഇതുപോലെ ടി വി കാണാൻ കേട്ടോ. സിഞ്ചാനോ മഞ്ചാനോ ഫ്രാങ്ക്ലി ബയ്യാനോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാണ്ട് ഫുള്ള് ഇതിലാണ് കേട്ടോ ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കളിക്കാൻ. അങ്ങനെയാണ് കേട്ടോ ഇവരുടെ ആ ഒരു ഷെഡ്യൂള് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് ആയപ്പം ഉമ്മയും പിന്നെ ഷാനുവും ഞാനും സുനിക്കാനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അവർ വന്നിട്ട് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ മാഷാഅല്ലാഹ് അവരെല്ലാവരും ഡയറ്റിലും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് 2 ഉപ്പേരിയും, മുരിങ്ങൻ്റെ ഇല ഉപ്പേരിയും, പിന്നെ ചെറുപയർ ഉപ്പേരിയും, പിന്നെ ചിക്കൻ വരട്ടിയതും സാമ്പാറും, അങ്ങനെ എല്ലാ വിഭവങ്ങളും തന്നെ ഉണ്ട്. നല്ല അടിപൊളി. ഞാൻ പിന്നെ ഡയറ്റ് അങ്ങനെ ഓവർ ഡയറ്റൊന്നും ചെയ്യുന്നില്ല, കുറച്ചൊക്കെ ചോറൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. സിനിക്കൊക്കെ പക്കാ ഡയറ്റാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി കഴിയട്ടെ, എന്നിട്ട് നല്ല ഡയറ്റൊക്കെ തുടങ്ങണം. സനോ, നമ്മളെ വീഡിയോയിലൊരു കമൻറ്റ് എന്താ അറിയോ, നിങ്ങളെ ചെറിയ മോന് സിനിമാ നടൻ്റെ മായിട്ടുണ്ടല്ലോ എന്ന്. ഓ, പിന്നെ നിലത്തൊന്നും നിന്നില്ല ആ ഗ്രൂപ്പില് കണ്ടപ്പോ. പക്ഷെ ഇവിടെ ഒരാൾക്ക് കുരു പൊട്ടിയപ്പോ ആദ്യം പറയല് ഇന്റെ നിങ്ങൾ ആരെ പോലെ ഇനി സുനിക്ക് പറയല് അതെ അതെ. ഇനി സനു ഇഞ്ഞു 6 പാക്ക് ഒക്കെ ആക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാലും ഞാൻ അലക്കി ഇവൻ ഏത് സിനിമ നടലും അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കുട്ടന്മാർക്കൊക്കെ വാരിക്കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മോളൊക്കെ കളിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് കാലം എല്ലാം ഇങ്ങനെ ഇവിടെ വന്ന് കണ്ടിട്ട് അൽഹംദുലില്ലാഹ് അതേതെല്ലാം അങ്ങനെ കണ്ട് ഞങ്ങൾ റാഹത്തായിട്ട് മടങ്ങി ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ മോളെ കാര്യം പിന്നെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവൾക്ക് പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല കരച്ചിലൊക്കെയാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ പിന്നീട് എടുക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നല്ല മൂഡിലല്ലാത്തത് കൊണ്ടാണ്. അപ്പം അവളുടെ വിശേഷങ്ങളൊക്കെ വേറെ വീഡിയോയിലൊക്കെ ആയിട്ട്